ഒരു 2-3 ക്വസ്റ്റ്യൻ പേപ്പറുകൾ എടുത്ത് അതിൻ്റെ ഒരു അനാലിസിസ് ആണ്. മൈക്രോ എക്കണോമിക്സിലെ 1-2 ചാപ്റ്ററുകൾ നമ്മൾ പൂർത്തിയാക്കി കഴിഞ്ഞു. അതിൻ്റെ 2020 ക്വസ്റ്റ്യൻ പേപ്പറിലെ ചില ക്വസ്റ്റ്യൻസും ചില വർക്കുകളൊക്കെ ചെയ്തു കഴിഞ്ഞു. ഇനി പ്രീവിയസ് ആയിട്ടുള്ള ഒരു 3 ക്വസ്റ്റ്യൻ പേപ്പറുകൾ എടുത്ത് അവിടുത്തെ ഒരു വെയിറ്റേജ് ഒക്കെ ഒന്ന് നോക്കി ഏതൊക്കെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് ഈ ചാപ്റ്ററുകളിൽ നിന്ന് വന്നിട്ടുള്ളത്, അതിൻ്റെ പെർസെൻറ്റേജ് എന്തൊക്കെയാണ്, ഇതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. എല്ലാവർക്കും ഓൺലൈൻ ക്ലാസ് റൂമിലേക്ക് സ്വാഗതം. നമ്മുടെ ക്ലാസ് റൂമിൽ 2020 മാർച്ചിലെ ക്വസ്റ്റ്യൻ പേപ്പറിൽ മൈക്രോയിലെ 1-2 ചാപ്റ്ററുകളിൽ നിന്നുണ്ടായിരുന്ന ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ്, അതിൻ്റെ ആൻസറിങ്ങും അതുപോലെ കുറച്ച് വർക്കുകളൊക്കെ നമ്മൾ നേരത്തെ ചെയ്തിരുന്നു. ഇന്ന് 2019 സേ എക്സാമിനേഷന് +2 സേ എക്സാമിനേഷനിൽ ഉള്ള ക്വസ്റ്റ്യൻ പേപ്പറിലെ 1-2 ചാപ്റ്ററുകളിൽ നിന്ന് ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആയിരുന്നു, അതുപോലെ 2019 മാർച്ച് എക്സാമിൽ നടന്ന ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യൻസും 2018 സേ എക്സാമിലെ ക്വസ്റ്റ്യൻ പേപ്പറും, അങ്ങനെ ഒരു 3 ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തുകൊണ്ടാണ് നമ്മൾ വിശദമായിട്ട് അതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസറിങ് നടത്തുന്നത്. നമ്മുടെ ക്ലാസ് റൂം ആദ്യമായിട്ട് ഉപയോഗിക്കുന്നവരാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതോടൊപ്പം തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും വിട്ടുപോകരുത് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. കൂടെ നോട്ടിഫിക്കേഷൻ ഓൾ എന്നുള്ളത് ഓൺ ചെയ്തു വെക്കുകയാണെങ്കിൽ നമ്മൾ ഇനിയും മറ്റു ചാപ്റ്ററുകളുമായി ബന്ധപ്പെടുത്തി ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസും അതുപോലെ ചാപ്റ്ററുകളുടെ നമ്മുടെ 3ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള പ്രൊഡക്ഷൻ ആൻഡ് കോസ്റ്റ് ഓൺലൈൻ ക്ലാസ് റൂമിൽ ആരംഭിച്ചു കഴിഞ്ഞു. അതിൻ്റെ പ്രവർത്തനങ്ങളും എല്ലാം നിങ്ങൾക്ക് കൃത്യസമയത്ത് തന്നെ എത്തിച്ചേരുമെന്ന് കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. ഇനി നമ്മൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറിലെ അനാലിസിസിലേക്ക് പോകാം. ആദ്യം നമുക്ക് സേ എക്സാമിനേഷൻ 2019 നടന്ന സേ എക്സാമിനേഷനിലെ ക്വസ്റ്റ്യൻ പേപ്പറിലെ ഈ 2 ചാപ്റ്ററുകളിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ഏതൊക്കെയായിരുന്നു എന്ന് പരിശോധിക്കാം. 2019 സേ എക്സാമിനേഷനിലെ ആദ്യത്തെ ക്വസ്റ്റ്യൻ തന്നെ മൈക്രോ എക്കണോമിക്സിലെ 1ാമത്തെ ചാപ്റ്ററിൽ നിന്നാണ്. വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് റിലേറ്റഡ് വിത്ത് ദ ചോയ്സ് ഓഫ് ടെക്നോളജി ഇൻ പ്രൊഡക്ഷൻ? വാട്ട് ഈസ് പ്രൊഡ്യൂസ്, ഹൗ ടു പ്രൊഡ്യൂസ്, ഫോർ ഹോം ടു പ്രൊഡ്യൂസ്, നൺ ഓഫ് ദീസ്. ഇതിൽ ആൻസർ ചെയ്താൽ വരിക ഹൗ ടു പ്രൊഡ്യൂസ്. ഇനി 2019 സേ എക്സാമിനേഷനിലെ 11ാമത്തെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു. സപ്പോസ് എ കൺസ്യൂമർ വാണ്ട് ടു കൺസ്യൂം 2 ഗുഡ്സ്. പ്രൈസ് ഓഫ് ഗുഡ് 1 ഈസ് 20 ആൻഡ് പ്രൈസ് ഓഫ് ഗുഡ് 2 ഈസ് 10. ഇൻകം ഓഫ് ദ കൺസ്യൂമർ ഈസ് 100. അതായത് 2 വസ്തുക്കൾ വാങ്ങുന്നു കൺസ്യൂമേഴ്സ്. 1ാമത്തെ വസ്തുവിന് 20 രൂപ, 2ാമത്തെ വസ്തുവിന് 10 രൂപ. കൺസ്യൂമറുടെ വരുമാനം എന്ന് പറയുന്നത് 100 രൂപ. ഇവിടെ ക്വസ്റ്റ്യൻ ഇതാണ്. റൈറ്റ് ഡൗൺ ദ ഇക്വേഷൻ ഓഫ് ദ ബഡ്ജറ്റ് ലൈൻ. ബഡ്ജറ്റ് ലൈൻ്റെ ഇക്വേഷൻ എഴുതണം ഒന്ന്. രണ്ടാമത്തേത് ഫൈൻഡ് ദ സ്ലോപ്പ് ഓഫ് ദ ബഡ്ജറ്റ് ലൈൻ. ഇത് 2ാമത്തെ കൺസ്യൂമേഴ്സ് ബിഹേവിയർ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നുള്ളതാണ്. ഇവിടെ 20x1 + 10x2 = 100. ഇതാണ് ബഡ്ജറ്റ് ലൈൻ്റെ ഇക്വേഷൻ. അല്ലെങ്കിൽ P1x1 + P2x2 = m എന്ന് എഴുതാം. ബഡ്ജറ്റ് ലൈൻ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ P1x1 + P2x2 = m എന്നാണ്. ഇവിടെ ക്വസ്റ്റ്യനിലെ ഗുഡ് 1, ഗുഡ് 2 അതുപോലെ കൺസ്യൂമറുടെ ഇൻകം ഇതുകൂടി കണക്ട് ചെയ്ത് ബഡ്ജറ്റ് ലൈൻ ഇക്വേഷൻ എഴുതിയതാണ് 20x1 + 10x2 = 100. സ്ലോപ്പ് ഓഫ് ബഡ്ജറ്റ് ലൈൻ്റെ ഇക്വേഷൻ നമുക്കറിയാം -P1/P2. ഇവിടെ -20/10 = -2 എന്ന് പറയുന്നതാണ് സ്ലോപ്പ് ഓഫ് ബഡ്ജറ്റ് ലൈൻ. ഇനി 2019 സേ എക്സാമിനേഷനിൽ തന്നെ 16ാമത്തെ ക്വസ്റ്റ്യൻ. ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ പോസിറ്റീവ് ഇക്കണോമിക്സ് അനാലിസിസ് ആൻഡ് നോർമേറ്റീവ് ഇക്കണോമിക് അനാലിസിസ്. ഇത് മൈക്രോയിലെ ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്നുള്ള ക്വസ്റ്റ്യനാണ്. ഐഡൻറ്റിഫൈ ദ നോർമേറ്റീവ് ഇക്കണോമിക് സ്റ്റേറ്റ്മെൻറ്റ് ഫ്രം ദ ഫോളോവിങ്. താഴെ തന്നുള്ളതിൽ നോർമേറ്റീവ് ഇക്കണോമിക് സ്റ്റേറ്റ്മെൻ്റ് ആണ് കണ്ടെത്തേണ്ടത്. 2 സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ടുണ്ട്. ഇന്ത്യൻ പോപ്പുലേഷൻ സ്റ്റുഡ് അറ്റ് 1.21 ബില്യൺ ആസ് പെർ സെൻസസ് 2011. മറ്റൊരു സ്റ്റേറ്റ്മെൻറ്റ് പോപ്പുലേഷൻ ഗ്രോത്ത് ഷുഡ് ബി കൺട്രോൾഡ്. ഇവിടെ പോസിറ്റീവ് ഇക്കണോമിക്സ് എന്ന് പറയുന്നത് എന്താണ്, നോർമേറ്റീവ് ഇക്കണോമിക്സ് അനാലിസിസ് എന്ന് പറയുന്നത് എന്താണെന്നുള്ളത് നമ്മൾ നേരത്തെ കണ്ടതാണ്. പോസിറ്റീവ് ഇക്കണോമിക്സ് എന്ന് പറയുന്നത് വാട്ട് ഈസ്, എന്താകുന്നു എന്നുള്ളതിനെക്കുറിച്ചൊക്കെ പറയുകയാണ്. പക്ഷേ നോർമേറ്റീവ് ഇക്കണോമിക്സ് എന്ന് പറയുന്നത് അവിടുത്തെ ജഡ്ജ്മെൻറ്റ് കൂടി നടത്തും അല്ലേ, വാട്ട് ഓട്ട് ടു ബി. അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ ബി എന്ന് പറയുന്നത് പോപ്പുലേഷൻ ഗ്രോത്ത് ഷുഡ് ബി കൺട്രോൾഡ് എന്ന് പറയുന്നതാണ് ഇവിടെ നോർമേറ്റീവ് ഇക്കണോമിക്സിലെ
സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് തന്നിട്ടുള്ളത്. ഇനി 2019 സേ എക്സാമിൽ തന്നെ 17ാമത്തെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു. ഒബ്സർവ് ദ ഡയഗ്രാം ഗിവൺ ബിലോ. താഴെ 2 ഡയഗ്രാം തന്നിരിക്കുകയാണല്ലോ, എയും ബിയും. ഡിമാൻഡ് കർവാണ്, നമ്മൾ കണ്ടപ്പോൾ മനസ്സിലായല്ലോ. ഇനി അതിൽ എ ക്വസ്റ്റ്യൻ, വിച്ച് ഡയഗ്രാം റെപ്രസെൻറ്റ്സ് ഇൻക്രീസ് ഇൻ ദ ഡിമാൻഡ്. ഇൻക്രീസ് ഇൻ ഡിമാൻഡ് റെപ്രസെൻറ്റ് ചെയ്യുന്ന ഡയഗ്രാം ഏതാണ്? ബി ക്വസ്റ്റ്യൻ ആയിട്ട് ലിസ്റ്റ് എനി 2 ഫാക്ടർ റെസ്പോൺസിബിൾ ഫോർ ഇൻക്രീസ് ഇൻ ഡിമാൻഡ്. അപ്പോൾ ഇത് നോക്കിക്കഴിഞ്ഞാൽ ഇൻക്രീസ് ഇൻ ഡിമാൻഡ് എന്ന് പറയുന്നത് വിലയൊഴികെ മറ്റു ഘടകങ്ങളുടെ ഭാഗമായിട്ടുണ്ടാവുന്ന ഡിമാൻഡിലുണ്ടാവുന്ന വർധനവാണ്. സ്വാഭാവികമായിട്ടും ഇതിൽ എയുടെ ആൻസർ എന്ന് പറയുന്നത് ബി എന്ന് പറയുന്ന ഡയഗ്രമാണ്. ഇനി 2 ഘടകങ്ങൾ എന്ന് പറയുമ്പോൾ ഉപഭോക്താവിൻ്റെ വരുമാനം വർദ്ധിച്ചതാവാം, ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസസ് മാറിയതായിരിക്കാം അല്ലേ, അല്ലെങ്കിൽ ബന്ധപ്പെട്ട വസ്തുക്കളുടെ വിലയിലുണ്ടാവുന്ന മാറ്റമാവാം, അല്ലെങ്കിൽ കാലാവസ്ഥയിലുണ്ടായ മാറ്റങ്ങളാവാം. അങ്ങനെ പറയുന്ന ഏതെങ്കിലും 2 എണ്ണം അവിടെ കൊടുത്താൽ മതി. 5 മാർക്കിനുള്ള ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിരുന്നത് ഡയഗ്രമാറ്റിക്കലി എക്സ്പ്ലെയിൻ കൺസ്യൂമർ ഇക്വിലിബ്രിയം. കൺസ്യൂമർ ഇക്വിലിബ്രിയം ഒപ്റ്റിമം എന്ന് പറയുന്നതിനെക്കുറിച്ച് ഇവിടെ ഡയഗ്രാം വരച്ചുകൊണ്ട് എക്സ്പ്ലെയിൻ ചെയ്യാനാണ്. തിയറി ഓഫ് കൺസ്യൂമർ ബിഹേവിയറിൽ ബഡ്ജറ്റ് ലൈനും അതുപോലെ ഇൻഡിഫറൻസ് കർവും കൂടി ടാൻജൻ്റായി വരുന്ന ഈ ഒരു ഡയഗ്രാം നിങ്ങളവിടെ കണ്ടിട്ടുണ്ടായിരിക്കും. ഇവിടെ ബഡ്ജറ്റ് ലൈനും ഒരാളുടെ വരുമാനത്തെയാണ് അവിടെ സൂചിപ്പിക്കുന്നത്. അദ്ദേഹത്തിന് വിവിധ കോമ്പിനേഷൻസ്, അദ്ദേഹത്തിന് സെയിം സാറ്റിസ്ഫാക്ഷൻ ലഭിക്കുന്ന 2 വസ്തുക്കളുടെ വിവിധ കോമ്പിനേഷനുകളാണ് ഇൻഡിഫറൻസ് കർവ് എന്ന് പറയുന്നത്. ഇത് ടാൻജൻ്റ് ആവുന്ന ഇ എന്ന് പറയുന്ന പോയിൻ്റാണ് കൺസ്യൂമേഴ്സ് ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. ഇവിടെ IC1, IC2, IC3 എന്നൊക്കെ പറയുന്ന ഒരു ഇൻഡിഫറൻസ് മാപ്പ് കൊടുത്തിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും IC3 എന്ന് പറയുന്നതിൽ Q എന്ന് പറയുന്ന പോയിൻ്റ് അല്ലേ, അവിടെ ബഡ്ജറ്റ് ലൈനുമായിട്ട് ടാൻജൻ്റ് ആവുന്നു. അതാണ് കൺസ്യൂമേഴ്സ് ഇക്വിലിബ്രിയം എന്ന് പറയുന്ന പോയിൻ്റ്. എന്നാൽ IC1, IC2 ഇതിൽ നിന്ന് കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ IC3യിൽ നിന്ന് കിട്ടുന്ന സാറ്റിസ്ഫാക്ഷനേക്കാൾ കുറവാണ്. എന്നാൽ IC4, IC5 എന്ന് പറയുന്ന ഇൻഡിഫറൻസ് കർവിൽ നിന്ന് ലഭിക്കുന്ന സാറ്റിസ്ഫാക്ഷൻ കൺസ്യൂമേഴ്സിനെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ സംതൃപ്തി ലഭിക്കും. പക്ഷെ അതിന് മാത്രം എന്തില്ല, വരുമാനവുമില്ല. അപ്പോൾ വരുമാനവും സംതൃപ്തിയും തുല്യമായി വരുന്ന ഒരു പോയിൻ്റ് അവിടെ Q എന്ന് പറയുന്നത് കിട്ടുന്നുണ്ട്. ഇവിടെയാണ് കൺസ്യൂമേഴ്സ് ഇക്വിലിബ്രിയം. ഇങ്ങനെ ഡയഗ്രാം വരച്ചുകൊണ്ട് അത് എക്സ്പ്ലെയിൻ ചെയ്തു പോകണം. ഇത്രയാണ് 2019 സേ എക്സാമിനേഷനിൽ, +2 സേ എക്സാമിനേഷനിൽ ഉണ്ടായിരുന്ന ക്വസ്റ്റ്യൻസ് മൈക്രോയിലെ 1-2 ചാപ്റ്ററുകളിൽ നിന്ന്. ഇനി നമ്മൾ പരിശോധിക്കുന്നത് 2019 മാർച്ച് എക്സാമിനേഷനിൽ മൈക്രോയിലെ 1-2 ചാപ്റ്ററുകളിൽ നിന്ന് ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് വന്നിട്ടുള്ളത്, അതിൻ്റെ ആൻസറുകളുമാണ്. 5ാമത്തെ ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിരുന്നത്, ഇൻ എ സെൻട്രലി പ്ലാൻഡ് ഇക്കോണമി ഓൾ മേജർ ഇക്കണോമിക് ഡിസിഷൻസ് ആർ ടേക്കൺ ബൈ. സെൻട്രലി പ്ലാൻഡ് ഇക്കോണമിയിൽ ഇക്കണോമിക്സ് ഡിസിഷൻസ് എടുക്കുന്നത് ആരാണ്? മാർക്കറ്റാണോ, പ്രൈവറ്റ് പ്രൊഡ്യൂസേഴ്സ് ആണോ, ഗവൺമെൻറ് ആണോ, അതുപോലെ നൺ ഓഫ് ദി എബവ് എന്ന് പറയുന്നത്. ഇപ്പോൾ സെൻട്രലി പ്ലാൻഡ് എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും അവിടെ ഗവൺമെൻറ് ആണ്. ഗവൺമെൻറ് സോഷ്യലിസ്റ്റ് ഇക്കോണമി എന്നൊക്കെ പറയുന്നിടത്ത് അതിൻ്റെ ഫീച്ചേഴ്സ് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ അവിടെ ഗവൺമെൻറ് എന്നുള്ളതാണ് ആൻസർ വരിക, ബി. ഇനി 2019 മാർച്ചിൽ വന്ന ഒരു ക്വസ്റ്റ്യൻ ഇതായിരുന്നു, 13ാമത്തെ ക്വസ്റ്റ്യൻ ആയിട്ട് ക്വസ്റ്റ്യൻ പേപ്പറിലെ. പോൾ എ സാമുവൽസൺസ് used the concept production possibility curve to explain the economic problem of a society. Draw the production possibility curve on the basis of the given schedule. പോൾ എ സാമുവൽസൺ ഇൻട്രൊഡ്യൂസ് ചെയ്തൊരു കൺസെപ്റ്റാണ് PPC, പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ്, അല്ലെങ്കിൽ പ്രൊഡക്ഷൻ പോസിബിലിറ്റി ഫ്രോണ്ടിയർ എന്നറിയപ്പെടുന്നത്. ഇക്കണോമിക് പ്രോബ്ലം, ഒരു സമൂഹത്തിലെ ഇക്കണോമിക് പ്രോബ്ലം എന്ന് പറയുന്നതിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു കണക്ട് ചെയ്തൊരു ഡയഗ്രാമായിരുന്നു. ഇത് മൈക്രോയിൽ 1ാമത്തെ ചാപ്റ്ററിൽ നമ്മൾ വിശദമായിട്ട് കൈകാര്യം ചെയ്തതാണ്. ഇവിടെ തന്നിരിക്കുകയാണ് പോസിബിലിറ്റീസ് ABCDEF. വീറ്റ്, ഗോതമ്പിൻ്റെ ഉൽപ്പാദനം ഇൻ ലാക്ക് ടൺസ് എന്ന് പറഞ്ഞിട്ട് എ എന്ന് പറഞ്ഞ കോമ്പിനേഷനിൽ ഗോതമ്പ് ഒറ്റ യൂണിറ്റ് ഉൽപ്പാദിപ്പിക്കുന്നില്ല. എന്നാൽ അതേസമയം മെഷീൻ ഇൻ തൗസൻഡ്സ്, യന്ത്രങ്ങളുടെ ഉൽപ്പാദനം 15 യൂണിറ്റ് അവിടെ സാധ്യമാണ്. എന്നാൽ ബി എന്ന് പറയുന്ന കോമ്പിനേഷനിൽ 1 യൂണിറ്റ് ഗോതമ്പ് ഉൽപ്പാദിപ്പിക്കുകയാണെങ്കിൽ മെഷീൻ്റെ ഉൽപ്പാദനം 14 യൂണിറ്റേ സാധ്യമാവുകയുള്ളൂ. സിയിലേക്ക് വരുമ്പോൾ ഗോതമ്പിൻ്റെ ഉൽപ്പാദനം വർദ്ധിക്കുന്നു 2 യൂണിറ്റായിട്ട്, മെഷീൻ ഉൽപ്പാദനം 12 യൂണിറ്റായിട്ട് കുറയ്ക്കേണ്ടി വരുന്നു. ഇവിടെ ലഭ്യമായ വിഭവം വെച്ചുകൊണ്ട്
രണ്ട് വസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കാൻ സാധ്യമായിട്ടുള്ള വിവിധ കോമ്പിനേഷനുകളാണ് ABCDEF കാണിച്ചിട്ടുള്ളത്. ഇത് നോക്കിക്കഴിഞ്ഞാൽ വ്യക്തമാണ്, വിഭവം പരിമിതമായതുകൊണ്ട് തന്നെ ഒരു വസ്തു കൂടുതൽ ഉൽപ്പാദിപ്പിക്കാൻ മറ്റൊരു വസ്തു കൂടുതൽ വിട്ടുകൊടുക്കേണ്ടി വരും. ഇതിൻ്റെ സാധ്യതകളെ വരച്ചെടുക്കുക എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഈ ഷെഡ്യൂളിനെ കർവാക്കി മാറ്റുക. ഇങ്ങനെയായിരിക്കും അത് ലഭിക്കുന്നത് അല്ലേ. Y ആക്സിസിൽ നമ്മൾ മെഷീൻ കൊടുത്തിട്ടുണ്ട്, X ആക്സിസിൽ ഗോതമ്പിൻ്റെ യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ആ വിവിധ കോമ്പിനേഷനുകൾ ABCDEF അത് പോയിൻ്റ് ചെയ്യുന്നു, അത് ചേർത്ത് വരക്കുന്നു. ഇത് വളരെ എളുപ്പം ചെയ്യാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ഇനി 2019 മാർച്ചിലെ 16ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, സപ്പോസ് ദ പ്രൈസ് ഓഫ് ടൊമാറ്റോ പെർ കിലോഗ്രാം ഈസ് 10. മിസ് മിറ്റു പർച്ചേസ് 2 kilogram ഓഫ് ടൊമാറ്റോ. ഇഫ് ദ പ്രൈസ് റൈസ് ടു 15, she buys 1 kilogram. Based on this information, draw the demand curve, find out the elasticity of demand. ഇവിടെ തക്കാളിയുടെ വില 10 രൂപയുണ്ടായപ്പോൾ മിറ്റു 2 കിലോ വാങ്ങുന്നു. അത് കിലോക്ക് 15 രൂപയായിട്ട് വർദ്ധിച്ചപ്പോൾ തക്കാളി പർച്ചേസിംഗ് എന്ന് പറഞ്ഞാൽ 1 കിലോഗ്രാമായിട്ട് കുറക്കുന്നു. ഇവിടുത്തെ ഡിമാൻഡ് കർവ് വരക്കാൻ പറയുന്നു, പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറയുന്നു. ഇവിടെ ആൻസർ ആയിട്ട് കിട്ടുന്നത് പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്നത് 1 ആണ്. ഡെൽറ്റ ക്യൂ ബൈ ഡെൽറ്റ പി ഇൻറ്റു പി ബൈ ക്യൂ എന്ന് പറയുന്ന ഇക്വേഷൻ വെച്ചുകൊണ്ടാണ് നമ്മൾ ഇലാസ്റ്റിസിറ്റി കാൽക്കുലേറ്റ് ചെയ്യുന്നത് അല്ലേ. ED ഈസ് ഈക്വൽ ടു ഡെൽറ്റ ക്യൂ ബൈ ഡെൽറ്റ പി ഇൻറ്റു പി ബൈ ക്യൂ. ഇവിടെ 1/5 ഇൻറ്റു 10/2 ഈസ് ഈക്വൽ ടു 1 ആണ് കിട്ടുക. ഡെൽറ്റ ക്യൂ എന്ന് പറഞ്ഞാൽ ചേഞ്ച് ചെയ്ത യൂണിറ്റ് 2ൽ നിന്ന് 1 യൂണിറ്റ് ആയിട്ട് കുറഞ്ഞു. ഡെൽറ്റ പി എന്ന് പറയുന്നത് ചേഞ്ച് ചെയ്ത പ്രൈസ് 10ൽ നിന്ന് 15 ആയി, 5 ആണ് ചേഞ്ച് ചെയ്ത പ്രൈസ്. അത് 1/5 ഇൻറ്റു പി ബൈ ക്യൂ. ഇനീഷ്യൽ പ്രൈസ് എന്ന് പറഞ്ഞാൽ 10, ക്യൂ ഇനീഷ്യൽ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ 2. ഇത് നമ്മൾ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ 1 എന്നുള്ളത് കിട്ടും. അപ്പോൾ യൂണിറ്ററി ഇലാസ്റ്റിക് ഡിമാൻഡ് കർവ് എന്ന് പറയുന്നത് നമുക്ക് ഇങ്ങനെ ഒരു ലീനിയർ ഡിമാൻഡ് കർവ് ഇങ്ങനെ കൊടുക്കാം, അതിൻ്റെ സ്ലോപ്പുകൾ. അതേപോലെ നമുക്ക് റെക്റ്റാങ്കുലർ ഹൈപ്പർബോളയായിട്ടും വരച്ചെടുക്കാൻ സാധിക്കുന്നതാണ്. ഇനി 2019 മാർച്ചിലെ ക്വസ്റ്റ്യൻ പേപ്പറിലുണ്ടായ 8 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ഇതാണ്, 27ാമത്തത്. മിസ് സുധ വാണ്ട്സ് ടു കൺസ്യൂം ആപ്പിൾ ആൻഡ് ഓറഞ്ച്. ഹെർ ഇൻകം ഈസ് 400. ദ പ്രൈസ് ഓഫ് ആപ്പിൾ, ദറ്റ് ഈസ് ഗുഡ് വൺ, ഈസ് 80 per kilogram and the price of orange is rupees 50 per kilogram. On this basis of this data, ഇവിടെ ABCDEF എത്ര ക്വസ്റ്റ്യൻസ് തന്നിരിക്കുകയാണ്? 6 ചോദ്യങ്ങൾ, 6 കാര്യങ്ങൾ ചെയ്യണം. 8 മാർക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്നതാണ്. സുധ അവരുടെ ഇൻകം എന്ന് പറയുന്നത് 400 രൂപയാണ്. അത് വെച്ചുകൊണ്ട് 2 വസ്തുക്കൾ വാങ്ങുന്നു. ഒന്ന് ആപ്പിളാണ്, ആപ്പിൾ കിലോഗ്രാമിന് 80 രൂപയാണ്. മറ്റൊന്ന് ഓറഞ്ചാണ്, ഓറഞ്ച് കിലോഗ്രാമിന് 50 രൂപയാണ്. ഇനി ചെയ്യേണ്ടത് ഡ്രോ ദ ബഡ്ജറ്റ് ലൈൻ. ബഡ്ജറ്റ് ലൈൻ വരക്കാൻ പറയുന്നുണ്ട്. റൈറ്റ് ദ ഇക്വേഷൻ ഓഫ് ബഡ്ജറ്റ് ലൈൻ. ബഡ്ജറ്റ് ലൈൻ്റെ ഇക്വേഷൻ എഴുതാൻ പറയുന്നുണ്ട്. ഹൗ മച്ച് കിലോഗ്രാം ഓഫ് ആപ്പിൾ ദാറ്റ് മീൻസ് സുധ ക്യാൻ കൺസ്യൂം ഇഫ് ഷീ സ്പെൻഡ് ദ ഹോൾ ഇൻകം ഓൺ ദാറ്റ് ഗുഡ് അലോൺ. ഗുഡ് 1 മാത്രം വാങ്ങിക്കാൻ ഈ 400 രൂപ ചിലവ് ചെയ്യുകയാണെങ്കിൽ എത്ര കിലോഗ്രാം വാങ്ങിക്കാം? വാട്ട് ഈസ് ദ സ്ലോപ്പ് ഓഫ് ദ ബഡ്ജറ്റ് ലൈൻ? ഡി. ബഡ്ജറ്റ് ലൈൻ്റെ സ്ലോപ്പ് ചോദിക്കുകയാണ്. ഇ എന്ന് പറയുന്നത് ഡ്രോ ദ ന്യൂ ബഡ്ജറ്റ് ലൈൻ ഇൻ ദ സെയിം ഗ്രാഫ് ഇഫ് യുവർ ഇൻകം ഫാൾസ് ടു 200 റിമൈനിങ് സെയിം ദ പ്രൈസ് ഓഫ് ദ 2 ഗുഡ്സ്. ഇ എന്ന് പറയുന്നത് ചോദിക്കുന്നത് 400 രൂപ വരുമാനം ഉണ്ടായിരുന്ന ആ വ്യക്തിക്ക് വരുമാനം 200 രൂപയായിട്ട് കുറഞ്ഞു കഴിഞ്ഞാൽ വസ്തുവിൻ്റെ വിലയിൽ മാറ്റമില്ല. അങ്ങനെയാണെങ്കിൽ അവിടുത്തെ ബഡ്ജറ്റ് ലൈൻ വരക്കാൻ പറയുന്നുണ്ട്. എഫ് എന്ന് പറയുന്നത് വാട്ട് ഹാപ്പൻസ് ടു ദ ബഡ്ജറ്റ് ലൈൻ ഇഫ് ദ പ്രൈസ് ഓഫ് ആപ്പിൾ റൈസ് ടു 100 ബട്ട് ഇൻകം ആൻഡ് ദ പ്രൈസ് ഓഫ് ഓറഞ്ച് ആർ റിമൈനിങ് കോൺസ്റ്റൻറ്റ്. ഇവിടെ എഫ് പറഞ്ഞിരിക്കുന്നത് ആപ്പിളിൻ്റെ വില 80ൽ നിന്ന് 100 രൂപയായിട്ട് വർദ്ധിക്കുന്നു, എന്നാൽ ഓറഞ്ചിൻ്റെ വില മാറുന്നില്ല, ഇവരുടെ വരുമാനത്തിലും മാറ്റമില്ല. അങ്ങനെയാണെങ്കിൽ ബഡ്ജറ്റ് ലൈനിൽ എന്ത് സംഭവിക്കും? അപ്പോൾ തിയറി ഓഫ് കൺസ്യൂമർ ബിഹേവിയറിൽ ബഡ്ജറ്റ് ലൈനുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ചോദിക്കാവുന്ന എല്ലാ തരത്തിലുള്ള ചോദ്യങ്ങളും ഇവിടെ കാണാൻ സാധിക്കും.
ഇവിടെ നിങ്ങളുടെ ആൻസർ നോക്കിക്കഴിഞ്ഞാൽ കാണാം, മുകളിലത്തെ ബഡ്ജറ്റ് ലൈനിൽ റൈറ്റിൽ മുകളിൽ കിടക്കുന്നതാണ് ആ എയുടെ ആൻസർ അല്ലേ. എന്നാൽ വരുമാനം കുറഞ്ഞാൽ 400-ൽ നിന്ന് 200 വരുമാനം കുറയുമ്പോൾ ആ ബഡ്ജറ്റ് ലൈൻ എന്ത് ചെയ്യും? താഴോട്ട് ഷിഫ്റ്റ് ചെയ്യും. ഇടതുവശത്തായിട്ട് പുതിയ ബഡ്ജറ്റ് ലൈൻ ഉണ്ടാവും. അപ്പോൾ എയുടെയും ഇയുടെയും ആൻസറായിട്ട് അവിടെ ക്ലബ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ആ ബഡ്ജറ്റ് ലൈൻ വരച്ചത് കാണാം. ഇനി ബി എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ബഡ്ജറ്റ് ലൈനിൻ്റെ ഇക്വേഷൻസ് 80x1 + 50x2 = 400 അല്ലേ. അല്ലെങ്കിൽ P1x1 + P2x2 = M എന്നും കൊടുക്കാം. ഇവിടെ ആപ്പിളിൻ്റെ റേറ്റും ഓറഞ്ചിൻ്റെ റേറ്റും 80x1 + 50x2 = 400. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഹൗ മച്ച് കിലോഗ്രാം ഓഫ് ആപ്പിൾ ദാറ്റ് മിസ് സുധ ക്യാൻ കൺസ്യൂം ഇഫ് ഷീ സ്പെൻഡ് ദ ഹോൾ ഇൻകം ഓൺ ദാറ്റ് ഗുഡ് അലോൺ അല്ലേ. എത്ര കിലോ ആപ്പിൾ വാങ്ങിക്കാൻ പറ്റും? 400 രൂപ കൊടുത്തുകൊണ്ട് 80 രൂപയാണ് ആപ്പിളിൻ്റെ റേറ്റ്. അപ്പോൾ 400 / 80 = 5 അല്ലേ. M/P1 അപ്പോൾ അവിടെ നമുക്ക് x1 എന്നുള്ളത് എത്രയാണെന്ന് കിട്ടും. അതാണ് 400/80 × 5 എന്നുള്ളത്. വാട്ട് ഈസ് ദ സ്ലോപ്പ് ഓഫ് ബഡ്ജറ്റ് ലൈൻ? -P1/P2 ആണല്ലോ. -P1 എന്ന് പറയുന്നത് 80/P2 50 = -1.6 ആണ് സ്ലോപ്പ് ഓഫ് ബഡ്ജറ്റ് ലൈൻ. ഈയിടത് നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. ഇനി എഫ് എന്താണ്? ആപ്പിളിൻ്റെ റേറ്റ് 100 രൂപയായിട്ട് വർദ്ധിക്കുന്നു. എന്നാൽ ഓറഞ്ചിൻ്റെ വിലയിൽ മാറ്റമില്ല, വരുമാനത്തിലും മാറ്റമില്ല. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യും? x1 എന്ന് പറയുന്നതിൻ്റെ വില വർദ്ധിച്ചു കഴിഞ്ഞാൽ അത് പിവോട്ട് ചെയ്യും ലെഫ്റ്റ് വാർഡ്. ഏറ്റവും താഴെയുള്ള ഡയഗ്രം നോക്കിക്കഴിഞ്ഞാൽ കാണാലോ. ഇത് നമ്മൾ ക്ലാസ്സിൽ വിശദമായിട്ട് പറഞ്ഞതാണ്. എന്നാൽ ഓറഞ്ചിൻ്റെ വിലയിൽ മാറ്റമില്ലാത്തത് കൊണ്ട് വെർട്ടിക്കൽ ഇൻ്റർസെപ്റ്റ് അവിടെ തന്നെ നിൽക്കുക. ഹൊറിസോണ്ടൽ ഇൻ്റർസെപ്റ്റിൽ എന്താ സംഭവിച്ചത്? ഈ എക്സ് ആക്സിസിൽ ഈ ആരോ കാണിക്കുന്നത് കണ്ടില്ലേ? ലെഫ്റ്റിലേക്ക് പിവോട്ട് ചെയ്യും, റൊട്ടേറ്റ് ചെയ്യുന്നു. ഇതാണ് ബഡ്ജറ്റ് ലൈനിൽ ഉണ്ടാകുന്ന മാറ്റം. ഇനി നമുക്ക് നോക്കാനുള്ളത് 2018 സേ എക്സാമിനേഷനിൽ മൈക്രോ 1ഉം 2ഉം ചാപ്റ്ററുകളിൽ നിന്ന് ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ്, ഏത് രീതിയിലൊക്കെയാണ് ചോദിച്ചിട്ടുള്ളതെന്നാണ് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. അതിൽ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു. ഇൻ ദ ഫോളോവിങ് ഡയഗ്രാംസ് വിച്ച് വൺ ഈസ് കോൺസ്റ്റൻറ്റ് ഇലാസ്റ്റിസിറ്റി ഡിമാൻഡ് കർവ്? കോൺസ്റ്റൻറ്റ് ഇലാസ്റ്റിസിറ്റി ഡിമാൻഡ് കർവ് ഏതാണെന്നാണ് ഇതിൽ ചോദിച്ചിട്ടുള്ളത്. നമുക്കറിയാം അതിൽ പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക്കും പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക്കും യൂണിറ്ററി ഇലാസ്റ്റിക്കും ഇത് കോൺസ്റ്റൻറ്റ് ഇലാസ്റ്റിസിറ്റി ഡിമാൻഡ് കർവ് ആണെന്നുള്ളത്. അപ്പോൾ ഇവിടെ കണ്ടു കഴിഞ്ഞാൽ നമുക്കറിയാം സി എന്ന് പറയുന്നതാണ് പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് ഡിമാൻഡ് കർവ് എന്ന് പറയുന്നത്. സി ആണ് ആൻസർ വരിക. മറ്റൊരു ക്വസ്റ്റ്യൻ, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആയിരുന്നു. ഐഡൻറ്റിഫൈ ദ ടൈപ്പ് ഓഫ് ഇക്കോണമി ഓർ ഇക്കണോമിക് സിസ്റ്റം ബേസിക് ഇക്കണോമിക് പ്രോബ്ലംസ് റിഗാർഡിംഗ് അലോക്കേഷൻ ഓഫ് റിസോഴ്സസ് ആർ സോൾവ്ഡ് ത്രൂ പ്രൈസ് മെക്കാനിസം. പ്രൈസ് മെക്കാനിസത്തിലൂടെ ബേസിക് ഇക്കണോമിക് പ്രോബ്ലം സോൾവ് ചെയ്യുന്ന ഇക്കോണമി ഏതാ? മാർക്കറ്റ് ഇക്കോണമി. ബി എന്ന് പറയുന്നതാണ് ആൻസർ കിട്ടുക. സെൻട്രലി പ്ലാൻഡ് ഇക്കോണമി ആണെങ്കിൽ ഗവൺമെൻറ് ആണ്. അപ്പോൾ ഇവിടെ 3ൻ്റെ ആൻസർ മാർക്കറ്റ് ഇക്കോണമി എന്നുള്ളത് ആൻസർ. ക്വസ്റ്റ്യൻ പേപ്പറിൽ 6ാമത്തെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു. പ്രിപ്പയർ എ ഡിമാൻഡ് ഷെഡ്യൂൾ ഇഫ് ദ ഡിമാൻഡ് ഫംഗ്ഷൻ ഈസ് 20 - 2p ഇഫ് ദ പ്രൈസ് ആർ 2, 4, 6, 8. ഇവിടെ തന്നിരിക്കുകയാണ് 20 - 2p എന്ന് പറയുമ്പോൾ 20 - 2 × p പ്രൈസ് ഇവിടെ തന്നിരിക്കുക 2, 4, 6, 8. അപ്പോൾ p എന്നുള്ളിടത്ത് 2 × 2 കൊടുക്കുക, 2 × 4 കൊടുക്കുക, 2 × 8 കൊടുക്കുക, 2 × 6 കൊടുക്കുക. അങ്ങനെയൊക്കെ കൊടുത്തു വരുമ്പോൾ 20 - 2 × 2. 2 × 2 മീൻസ് 4. 20 - 4 എന്ന് പറയുമ്പോൾ 16 ആദ്യത്തിൽ കിട്ടും. അങ്ങനെ അത് നമ്മൾ സോൾവ് ചെയ്യണം. ഈ രൂപത്തിലാണ്. അപ്പോൾ പ്രൈസ് എന്നുള്ളതിൽ 2, 4, 6, 8 ഇത് ക്വസ്റ്റ്യനിൽ തന്നല്ലോ പ്രൈസ് 2, 4, 6, 8. ക്വാണ്ടിറ്റി എന്നുള്ളിടത്ത് 20 - 2p. അപ്പോൾ ആദ്യത്തിൽ വരിക 20 - 2 × 2 അപ്പോൾ കിട്ടുക 16. രണ്ടാമത്തേൽ വരിക 20 - 2 × 4 അപ്പോൾ ആൻസർ കിട്ടുക 12. മൂന്നാമത്തേതിൽ വരിക 20 - 2 × 6 ആൻസർ 8 കിട്ടും.
നാലാമത്തേൽ വരെ 20 മൈനസ് 2 ഇൻറ്റു 8. അപ്പോൾ 20 മൈനസ് 16 ആണ്. അപ്പോൾ 4 എന്നുള്ളത് ആൻസർ കിട്ടും. ഈ രീതിയിൽ അത് പ്രോബ്ലമായിട്ട് പൂർത്തിയാക്കാൻ സാധിക്കും. ഇനി മറ്റൊരു ക്വസ്റ്റ്യൻ 9ാമത്തെ ക്വസ്റ്റ്യൻ ആയിരുന്നു. ക്ലാസിഫൈ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഇൻ ടു മൈക്രോ ആൻഡ് മാക്രോ എക്കണോമിക്സ്. മൈക്രോ എക്കണോമിക്സും മാക്രോ എക്കണോമിക്സും ഇതിലേതൊക്കെയാണെന്ന് ക്ലാസിഫൈ ചെയ്യാം. സിംഗിൾ യൂണിറ്റ് സ്റ്റഡിയാണ് മൈക്രോ, അഗ്രിഗേറ്റീവ്, സമ്മേറ്റീവ്, ഹോളിസ്റ്റിക് സ്റ്റഡിയാണ് മാക്രോ എന്ന് പറയുന്നത്, ഇൻഡിവിജ്വൽ സ്റ്റഡിയാണ് മൈക്രോ എന്ന് പറയുന്നത്. ആ ഒരു ധാരണ മനസ്സിൽ വെച്ചുകൊണ്ട് വേണം ഇതിലെ കാറ്റഗറൈസ് ചെയ്യാൻ. RBI അനൗൺസസ് എ ന്യൂ മോണിറ്ററി പോളിസി. ഇപ്പോൾ മോണിറ്ററി പോളിസി എന്ന് പറയുന്നത് പണപരമായിട്ടുള്ള നയം RBIയുടെ സെൻട്രൽ ബാങ്കിൻ്റെ ഒരു രാജ്യത്തെ മൊത്തമായിട്ട് ബാധിക്കുന്നതാണ്. അപ്പോൾ അത് എവിടെ വരും? ഇനി ബി, രാമു പർച്ചേസ്ഡ് ബനാന ഫ്രം ദ മാർക്കറ്റ്. ഒരു മാർക്കറ്റിൽ നിന്ന് ആര് പർച്ചേസ് ചെയ്തത്? രാമു മാത്രം പർച്ചേസ് ചെയ്തതിനെ കുറിച്ചാണ് പറയുന്നത്. ഇൻഡിവിജ്വൽ ആണത്. സി, GDP ഗ്രോത്ത് റേറ്റ് ഡിക്ലൈൻഡ്. ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് GDP മൊത്ത ആഭ്യന്തര ഉൽപ്പാദനം എന്ന് പറയുന്നത് ഡിക്ലൈൻഡ്, കുറഞ്ഞു. ഒരു രാജ്യത്തെ മൊത്തം ഉൽപ്പാദനത്തിൻ്റെ തോത് കുറഞ്ഞതിനെ കുറിച്ചാണ് അവിടെ പറയുന്നത്. ഓക്കെയാണ്. ഡി, അബ്നോർമൽ പ്രോഫിറ്റ് ഏൺഡ് ബൈ എ മോണോപ്പൊളി ഫേം. ക്വസ്റ്റ്യൻ ക്ലിയർ ആണ്. അബ്നോർമൽ പ്രോഫിറ്റ് ഏൺഡ് ബൈ എ മോണോപ്പൊളി ഫേം. എ മോണോപ്പൊളി ഫേം, ഒരു കുത്തക സ്ഥാപനം അബ്നോർമൽ പ്രോഫിറ്റ് ഏൺ ചെയ്യുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ 2 മൈക്രോ ആണ്, 2 മാക്രോ ആണ്. ഏതൊക്കെയാണ് മാക്രോ? എയും സിയും മാക്രോ ആണ്, ബിയും ഡിയും മൈക്രോയുമാണ്. ഇനി ഇവിടെ 15ാമത്തെ ക്വസ്റ്റ്യൻ പരിശോധിച്ചാൽ പ്രൊഡക്ഷൻ പോസിബിലിറ്റീസ് തന്നിരിക്കുകയാണ്. ABCDE. ഫുഡും ക്ലോത്തും 2 വസ്തുക്കളാണ് ലഭ്യമായിട്ടുള്ള മൊത്തം വിഭവം ഉപയോഗപ്പെടുത്തിയിട്ട് ഉൽപ്പാദിപ്പിക്കുന്നത്. മൊത്തം വിഭവം ഉപയോഗപ്പെടുത്തിയിട്ട് ക്ലോത്ത് ഉൽപ്പാദിപ്പിക്കുകയാണെങ്കിൽ 50 യൂണിറ്റ് ക്ലോത്ത് ഉൽപ്പാദിപ്പിക്കുക. പക്ഷേ ഫുഡ് ഐറ്റം ഒന്നും പറ്റില്ല. ബി, മറ്റൊരു കോമ്പിനേഷനാണ്. 10 യൂണിറ്റ് ഫുഡ് ഉൽപ്പാദിപ്പിക്കുമ്പോൾ 45 യൂണിറ്റ് ക്ലോത്ത്. ക്ലോത്തിൻ്റെ ഉൽപ്പാദനം ഇങ്ങനെ കുറക്കുന്നതിനനുസരിച്ച് ഫുഡ് ഐറ്റത്തിൻ്റെ ഉൽപ്പാദനം വർദ്ധിപ്പിച്ചു കൊണ്ടുവരാൻ സാധ്യമാണ്. ഇ എന്ന് പറയുന്ന ഒരു സാധ്യത എന്താണ്? ലഭ്യമായ വിഭവം മുഴുവൻ ഉപയോഗപ്പെടുത്തിയിട്ട് ഫുഡ് ഉൽപ്പാദിപ്പിക്കുക 40 യൂണിറ്റ്. അങ്ങനെയാകുമ്പോൾ ക്ലോത്ത് സാധ്യമാവുമോ? ഇല്ല. ഇവിടെ ക്വസ്റ്റ്യൻ, ബൈ യൂസിങ് ദ പ്രൊഡക്ഷൻ പോസിബിലിറ്റി സെറ്റ് ഡ്രോ എ പ്രൊഡക്ഷൻ പോസിബിലിറ്റി ഫ്രോണ്ടിയർ ആൻഡ് മാർക്ക് ദ ഫോളോയിങ് പോയിൻറ്റ്സ്. അപ്പോൾ ABCDE എന്ന് പറയുന്ന പോയിന്റുകൾ നേരത്തെ നമ്മൾ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് വരച്ചതുപോലെ തന്നെ X ആക്സിസും Y ആക്സിസും കൊടുക്കുന്നു. ഇവിടെ നമ്മൾ ABCD പോയിന്റുകൾ മാർക്ക് ചെയ്യുന്നു. ഇനി എ, ഫുള്ളർ യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ് എന്ന് പറയുന്നത് അത് പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവിൽ ഉള്ള ഒരു പോയിൻ്റ് ആയിരിക്കും. ABCDE എന്ന് പറയുന്ന ഏത് പോയിൻറ്റും ഫുള്ളർ യൂട്ടിലൈസേഷനാണ്. അണ്ടർ യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ് എന്ന് പറയുന്നത് അതിന് താഴെയുള്ള ഇവിടെ കാണിച്ച X എന്ന് പറയുന്ന പോയിൻ്റ്, ഇത് അണ്ടർ യൂട്ടിലൈസേഷനാണ്. കാരണം വിഭവം കുറച്ച് ഐഡിയലായിട്ട് അവിടെ കിടക്കും. ഇനി 18ലെ സേ എക്സാമിനേഷനിൽ തന്നെ 30ാമത്തെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു. റൈറ്റ് ദ 5 ഡിഗ്രീസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ആൻഡ് ഡയഗ്രമാറ്റിക്കലി എക്സ്പ്ലെയിൻ ഇറ്റ്. അവിടെ പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക്, പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക്, യൂണിറ്ററി ഇലാസ്റ്റിക്, റിലേറ്റീവ്ലി ഇലാസ്റ്റിക്, റിലേറ്റീവ് ഇൻഇലാസ്റ്റിക്. റിലേറ്റീവ്ലി ഇലാസ്റ്റിക് എന്ന് പറയുന്നിടത്ത് ഇലാസ്റ്റിക് ഡിമാൻഡ് എന്നും റിലേറ്റീവ്ലി ഇൻഇലാസ്റ്റിക് എന്ന് പറയുന്നിടത്ത് ഇൻഇലാസ്റ്റിക് ഡിമാൻഡ് എന്നും പറയാം. അപ്പോൾ അവിടെ ഇൻഫിനിറ്റി, 0, 1, ലെസ് ദാൻ 1, ഗ്രേറ്റർ ദാൻ 1, അതാണ് ED എന്ന് പറയുന്നത്. ഫൈൻഡ് ദ ഇലാസ്റ്റിസിറ്റി അറ്റ് പോയിൻറ്റ് ABC. എയിലും ബിയിലും സിയിലുമുള്ള ഇലാസ്റ്റിസിറ്റി കാണാനും പറഞ്ഞിട്ടുണ്ട്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം. സി എന്ന് പറയുന്നത് അവിടുത്തെ മെഷർമെൻറ്റ് ഓഫ് ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്ന ചാപ്റ്റർ ആ ഭാഗം ഡിസ്കസ് ചെയ്യുമ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. സി എന്ന് പറയുന്നിടത്ത് കിട്ടുന്ന ഏതാണ്? ഇൻഫിനിറ്റിയാണ്. എയിൽ ഏതായിരിക്കും കിട്ടുന്നത്? അപ്പർ സെഗ്മെൻറ്റ്, ലോവർ സെഗ്മെൻറ്റ് എന്ന് പറയുന്നിടത്ത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ. അതുപോലെ ബിയിലും എയിൽ ലെസ് ദാൻ 1 ആണ്, അത് ഇൻഇലാസ്റ്റിക് ആണ്. ബിയിൽ ഗ്രേറ്റർ ദാൻ 1 ആണ്, അത് ഇലാസ്റ്റിക് ആണ്. സി എന്ന് പറയുന്നത് ഇൻഫിനിറ്റീവ് ആണ്. നമ്മൾ പോയിൻ്റ് മെത്തേഡ് വെച്ചുകൊണ്ടോ ലീനിയർ ഡിമാൻഡ് കർവിലെ ഇലാസ്റ്റിസിറ്റി മെഷർ ചെയ്യുന്ന ആ മെഷർമെൻറ്റ് ഓഫ് ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്നിടത്ത് കാര്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ആ ക്ലാസ്സുകളൊക്കെ ഇനി നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ വീണ്ടും പരിശോധിക്കാൻ പ്ലേലിസ്റ്റായിട്ട് ഈ വീഡിയോയുടെ അവസാനത്തിലുണ്ട്, അതെടുത്ത് പരിശോധിക്കുക. അതോടൊപ്പം
ഈ 30ാമത്തെ ക്വസ്റ്റ്യനിൽ തന്നെ ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത് 5 ഡയഗ്രാംസും വരച്ചു വെക്കാനും പറയുന്നുണ്ട്. അത് വളരെ എളുപ്പത്തിൽ തന്നെ നിങ്ങൾക്കത് അവിടെ വരച്ചു വെക്കാനും സാധിക്കും. കാരണം അതൊരു 5, 3, 8 മാർക്കിനുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. ഇവിടെ നമ്മൾ പൂർത്തിയാക്കിയിരിക്കുന്നത് 2019 സേ 2019 മാർച്ച്, 2018 സേ എക്സാമിനേഷൻ. ഇതിന് മുന്നേ ഒരു ക്ലാസ്സിൽ നമ്മൾ 2020 മാർച്ചിലെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ കൂടി അനാലിസിസ് നടത്തി. നിലവിൽ 4 ക്വസ്റ്റ്യൻ പേപ്പറുകൾ മൈക്രോ 1, മൈക്രോ 2 ഈ 2 ചാപ്റ്ററുകളിൽ നിന്ന് മാത്രമായിട്ട് വന്ന ക്വസ്റ്റ്യൻസിനെ ഉൾപ്പെടുത്തിയിട്ടുള്ള 4 ക്വസ്റ്റ്യൻ പേപ്പറുകൾ നമ്മളിവിടെ ഡിസ്കഷൻ പൂർത്തിയാക്കിയിരിക്കുകയാണ്. ഇത് പരിശോധിച്ചപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ടായിരിക്കും എത്ര ക്വസ്റ്റ്യൻസ് വരെ വരാം, ഏതൊക്കെ തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് വന്നിട്ടുള്ളത്. ഈ 4 ക്വസ്റ്റ്യൻ പേപ്പറുകളുടെ വ്യത്യസ്ത രീതിയിലുള്ള ചോദ്യങ്ങൾ കണ്ടു കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും ഏത് സ്വഭാവത്തിലുള്ള ചോദ്യങ്ങളാണ് ഈ ചാപ്റ്ററുകളിൽ നിന്ന് വരുന്നത്. ഏകദേശം 15% വരെ മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് ഈ 2 ചാപ്റ്ററുകളിൽ നിന്ന് തന്നെയായിട്ട് വരുന്നുണ്ട്. ഓപ്ഷൻ കൂടി പരിഗണിക്കുകയാണെങ്കിൽ വീണ്ടും അതിൽ കൂടുതൽ മാർക്കിനുള്ളത് ഇനിയും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. നല്ല രീതിയിൽ ഇത് നോട്ടിലേക്കൊക്കെ എഴുതി പൂർത്തിയാക്കി വെക്കുക. നമ്മുടെ ക്ലാസ് റൂമിൽ പ്രൊഡക്ഷൻ ആൻഡ് കോസ്റ്റ് എന്ന് പറയുന്ന 3ാമത്തെ ചാപ്റ്ററിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. നമ്മൾക്ക് അടുത്ത ദിവസം അത്തരം പ്രവർത്തനങ്ങളുമായിട്ട് കണ്ടുമുട്ടാം. ഓക്കെ, ബൈ.